ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും അത്ഭുതകരമായ ദൈവിക മന്നയെ പ്രാപിച്ചുകൊണ്ട് ജയോത്സവമായി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 44 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 44:3. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ. പ്രിയരെ, ഈ സങ്കീർത്തനത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 44 സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാന സങ്കീർത്തനമാണ്. കോരഹ് പുത്രന്മാർ ഇതിനകത്ത് പറയുന്നത് കാലങ്ങൾക്ക് മുൻപ് പിതാക്കന്മാരുടെ കാലത്ത് നടന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വിടുതലിനെ കുറിച്ചാണ്. ഫറവോന്റെ ആധിപത്യത്തിന്റെ കീഴിൽ പെട്ടുപോയ തങ്ങളുടെ പിതാക്കന്മാരെ വിടുവിക്കേണ്ടതിന് ദൈവം എന്താണ് ചെയ്തത് എന്ന് ഈ സങ്കീർത്തനത്തിൽ നന്ദിയോടെ പറയുകയാണ്. എങ്ങനെയാണ് അവരിത് അറിഞ്ഞതെന്ന് പറയുകയാണ്. അവരുടെ പിതാക്കന്മാർ വിവരിച്ചവരോട് പറയുകയായിരുന്നു. 44 സങ്കീർത്തനം 1 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. പ്രിയരെ, ദൈവ ജനമായ ഇസ്രായേൽ ജനം അനുഭവിച്ച വലിയ വിടുതൽ, ദൈവം അവർക്ക് കൊടുത്ത ജയം, ദൈവം അവരെ പുറപ്പെടുവിച്ച അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകൾ അവരവരുടെ മക്കളോട് വിവരിച്ചു പറയുവാനിടയായി തീർന്നു. ആമേൻ. മറക്കരുത്, ദൈവപ്രവൃത്തിയെക്കുറിച്ച് നാം നമ്മുടെ തലമുറകളോട് പറയാതിരുന്നാൽ അവർ ദൈവമില്ലാത്തവരായി മാറിപ്പോകും. ദൈവത്തെക്കുറിച്ചും ദൈവിക ഇടപെടലുകളെക്കുറിച്ചും ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ചും നമ്മുടെ തലമുറകളോട് വിവരിച്ചു പറയുന്നവരായി തീരണം. ഈ വാക്യത്തിൽ അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. എന്തോന്നാ അവരുടെ പിതാക്കന്മാർ അവരോട് പറഞ്ഞത്? പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ. അതാണ് 3 വാക്യത്തിനകത്ത് നമ്മൾ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു, തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ അവകാശമാക്കിയത്. പ്രിയരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ആമേൻ. 430 വർഷം മിസ്രയീമിൽ ദാസ്യവേല ചെയ്ത് ജീവിതം മുഴുവനും കയ്പായി പോയി. ഒരു വിടുതലിന് വേണ്ടി കൊതിയോടെ അവർ കരയുകയും ആഗ്രഹിക്കുകയും ചെയ്തു. എങ്കിലും അത് പ്രാപിക്കുവാൻ കഴിയാതെ വേദനകൾ അവർ അനുഭവിച്ചു. എന്നാൽ അവരുടെ വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ടു. അവർ അവരുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യം ഇതാ, ഞങ്ങളുടെ വാള് കൊണ്ടല്ല കനാൻ ദേശം ഞങ്ങൾ അവകാശമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കഴിവുമില്ലാതെ, ഒന്നും ചെയ്യുവാൻ പ്രാപ്തിയില്ലാതെ, ആയുധമില്ലാതെ, കൂട്ടുകാരില്ലാതെ, നാട്ടുകാരില്ലാതെ ആരെങ്കിലും ഇന്ന് പകൽ വേദനയോടെ ഇരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാനായി കഴിയും. വാളിന്റെ സഹായമില്ലാതെ, സൈന്യത്തിന്റെ ബലമില്ലാതെ, ആരും സഹായിക്കുവാനില്ലാതെ ദൈവിക ആലോചനകൾക്ക് അകത്തേക്ക് നടന്നു കയറുവാനായി കഴിയും. 2ാമത്തെ കാര്യം പറയുന്നു, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. അപ്പോൾ ദേശം അവകാശമാക്കി, ജയവും പ്രാപിച്ചു. അതിനൊന്നും അവരുടെ കഴിവും പ്രാപ്തിയും അവരെ സഹായിച്ചില്ല. അഥവാ
അവരുടെ കഴിവും ബലവും പ്രാപ്തിയും ഉപയോഗിച്ചല്ല അവർ ദേശം അവകാശമാക്കിയതും ജയം നേടിയതും. പ്രിയരെ, ദേശം അവരുടെ വാഗ്ദത്തമാണ്. വാഗ്ദത്തം അവകാശമാക്കുവാൻ, ജയം നേടുവാൻ കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണോ നിങ്ങൾ? ആമേൻ. അതിന് വാളിന്റെയും സ്വന്തം ഭുജത്തിന്റെയും കരുത്ത് ആവശ്യമില്ല. തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ ഒരു 3 കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുകയാ. എങ്ങനെയാണ് അവർ ആമേൻ ദേശം കൈവശമാക്കിയത്, ജയം നേടിയത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ജയം തരുന്നത് സ്വന്തം കഴിവോ പ്രാപ്തിയോ ബലമോ വാളോ അല്ല. അതിലുപരി ദൈവ ജനത്തിന് ജയം കൊടുക്കുന്നത് ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുകയാ, നിന്റെ വലം കൈയും. ആമേൻ. ദൈവം തന്റെ ജനത്തിന് ജയം കൊടുത്തത് അവരുടേതായ കഴിവോ പ്രാപ്തിയോ കൊണ്ടല്ല. ദൈവത്തിന്റെ വലം കൈ അവർക്കു വേണ്ടി വെളിപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ബലമുള്ള ദൈവത്തിന്റെ വലംകരം വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ. 130 വർഷം അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകളിൽ നിന്ന് അവരെ വീണ്ടെടുക്കേണ്ടതിന് ദൈവത്തിന്റെ വലങ്കൈ അവർക്ക് വേണ്ടി ചലിക്കുവാനായി തുടങ്ങിയെന്ന്. ആമേൻ. എത്ര അത്ഭുതകരവും സന്തോഷകരവുമായ വാക്യമാണ്. രണ്ടാമത്തെ കാര്യം, നിന്റെ വലങ്കയും നിന്റെ ഭുജവും. അവിടെ എഴുതിയിരിക്കുകയാ ദൈവത്തിന്റെ ഭുജം. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. ആമേൻ. അപ്പോൾ ദൈവം തന്റെ ജനത്തിന് വിടുതൽ കൊടുക്കേണ്ടതിന്, അല്ലെങ്കിൽ ദൈവജനം വിടുതൽ പ്രാപിച്ചത് 3 അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, ദൈവത്തിന്റെ വലങ്കൈ. 2, ദൈവത്തിന്റെ ഭുജം. 3, ദൈവത്തിന്റെ മുഖപ്രകാശം. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽ നമ്മൾ പെട്ടുകിടക്കുന്ന അവസ്ഥകളിൽ നിന്ന്, നമ്മുടെ മീതെ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളിൽ നിന്ന്, ഭറവോനി ആധിപത്യങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാനായി കഴിയും? 3 കാര്യം. 1, ദൈവത്തിന്റെ വലങ്കരം നമുക്ക് വേണ്ടി ചലിക്കും. 2, ദൈവത്തിന്റെ ഭുജം നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടും. 3, അവന്റെ മുഖപ്രകാശം നമ്മുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളെ, ഇരുളടഞ്ഞ അവസ്ഥകളെ എന്നേക്കുമായി മാറ്റിക്കളഞ്ഞിട്ട് നാം എത്തേണ്ട ഇടത്ത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. അന്ധകാരത്തിൽ, പൈശാചികമായ പോരുകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിലുണ്ടോ? ഈ വാക്യം പറയുന്നു, അവന്റെ മുഖപ്രകാശം. ആമേൻ. ഇരുട്ടുമുറിയിൽ കുത്തിയിരിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. ഇരുട്ടുമുറിയിൽ വസിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. പ്രകാശത്തെ വസ്ത്രം പോലെ വാരി ചുറ്റിക്കൊണ്ട് ആമേൻ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന മഹാദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എത്ര വലുതാണെങ്കിലും ദൈവജനത്തിന് വേണ്ടി ചലിക്കുന്ന 3 കാര്യങ്ങൾ. 1, അവന്റെ വലങ്കൈ. ആമേൻ. ഈ വലങ്കൈയാണ് ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഈ വലങ്കരമാണ് ചെങ്കടലിൽ അവർക്ക് വേണ്ടി വെളിപ്പെട്ടത്. ഈ വലങ്കരമാണ് ദീർഘദൂരമുള്ള മരുഭൂമി യാത്രയിൽ അവരോടുകൂടെ ഇരുന്നത്. ഈ വലങ്കരം യെരിഹോവിന്റെ മതിലിനെ തകർത്ത ജയം കൊണ്ടാടേണ്ടതിന് അവരെ സഹായിച്ചു. വലങ്കരം മാത്രമല്ല, അവന്റെ ഭുജം അവർക്ക് അനുകൂലമായിരുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ഭുജമുണ്ടെന്ന് തിരിച്ചറിയാതെ പോകരുത്. ആകുലതകളുടെ നടുവിൽ ഭാരത്തോടെ
ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, മൂന്നാമത്തെ കാര്യം, അവന്റെ മുഖപ്രകാശം ഏതന്ധകാരത്തെയും എത്ര വലിയ അന്ധകാര ശക്തികളെയും തകർത്തെറിയുന്ന, തച്ചൊടിക്കുന്ന ദൈവിക പ്രകാശം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ. അപ്പോൾ കോരകപുത്രന്മാർ പാടുകയാണ്, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, കൈവശമാക്കിയതും ജയം നേടിയതും എങ്ങനെയെന്നാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ വലങ്കൈ, ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ മുഖപ്രകാശം. ആമേൻ. ഒരു പദം കൂടെ എഴുതി ആ വാക്യം ക്ലോസ് ചെയ്യുകയാണ്. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ, ആര് നിങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിലും, ആര് നിങ്ങളോട് അടുത്ത് വന്നില്ലെങ്കിലും, ആരും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിലും, നമ്മോട് പ്രീതിയുള്ള ഒരുവനുണ്ട്. ഈ പ്രഭാതത്തിൽ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? വിടുതൽ ഉറപ്പാണ്. ദൈവത്തിന്റെ വലങ്കൈ, അവന്റെ ഭുജം, അവന്റെ മുഖപ്രകാശം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി തീരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ, വലിയ കാര്യങ്ങളെ ചെയ്യണമേ, വലിയ വിടുതലുകളെ അനുഭവിക്കുവാൻ സഹായിക്കും, പൊന്നുകരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.